വിവിധ സംഗീതധാരകളിലുള്ള വൈജ്ഞാനിക സമ്പത്താണ് സിത്താര എന്ന പിന്നണി ഗായികയുടെ കരുത്ത്. അതുകൊണ്ടാണ് സംഗീത ലോകത്തിന്റെ ഉന്നതികളിലേക്ക് സിത്താര അതിവേഗം മുന്നേറുന്നത്. അൽഫോൺസ് ജോസഫ് സംഗീത സംവിധാനം നിർവഹിച്ച അതിശയൻ എന്ന ചിത്രത്തിലൂടെയാണ് സിത്താരയുടെ സിനിമാ പ്രവേശം. അതേക്കുറിച്ചാണ് ഈ ലക്കം നക്ഷത്രപ്പിറവി. കണ്ണാരം പൊത്തി പൊത്തി കടക്കാരം കടന്ന് കടന്ന് കൊണ്ണാരം പൊത്തി പൊത്തി കടക്കാരം കടന്ന് കടന്ന് കണ്ണാരം പൊത്തി പൊത്തി കടക്കാരം കടന്ന് കടന്ന്. സിത്താര 4-ാം വയസ്സ് മുതൽ പാട്ട് പഠിക്കുന്നു. സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് റിയാലിറ്റി ഷോസിലൊക്കെ പങ്കെടുത്ത് അങ്ങനെ സിത്താരയുടെ മുഖം പരിചയമായിരുന്നു. അതായിരുന്നോ സിനിമയിലേക്കുള്ള വഴിവെച്ചതും? ഒരു കണക്കിന് അതാണെന്ന് പറയാം. ടെലിവിഷനിൽ പാടിയത് കണ്ടിട്ടാണ് വിനയൻ സാറിൻ്റെ വൈഫ് നീനാൻറ്റി കാണാൻ്റെ അവസരമാവുന്നതും അത് നീനാൻറ്റിയുടെ അടുത്തൊരു ഇൻട്രൊഡ്യൂസ് ആവാനുള്ളൊരു കാരണം അവരത് വിനയൻ സാറിനോട് റെക്കമെൻഡ് ചെയ്യാനൊക്കെയുള്ള റീസൺ ഈ ടെലിവിഷനിലെ പരിപാടികളാണെന്ന് പറയാം. സിത്താരയെ സംബന്ധിച്ചിടത്തോളം സംഗീതം ആഴത്തിൽ അറിയുക എന്നുള്ളതാണ് സിത്താരയുടെ സ്വപ്നം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരു ഫിലിം സിംഗിങ് അതിലൊരു ഭാഗം മാത്രമാണ്. അതിലുള്ള തയ്യാറെടുപ്പുകൾ എങ്ങനെയാണ്? പ്രാക്ടീസ് ചെയ്യാനുള്ള വഴികൾ നമ്മുടെ ഗുരുക്കന്മാരാണ് ഏറ്റവും വലിയ സഹായം, ശക്തി എന്നൊക്കെ പറയുന്നത്. അവരുടെ ഒരു പ്രോത്സാഹനം, അവരുടെ അടുത്തുള്ള സ്പെൻഡ് ചെയ്യുന്ന സമയമൊക്കെ റീസണാണ്. കാരണം ഒരു ആദ്യകാലം മുതൽ എനിക്ക് നല്ല ഗുരുക്കന്മാരെ അടുത്ത് എത്തിച്ചേർന്ന അച്ഛനും അമ്മേനോടും വേണം അത്. കാരണം ആദ്യകാലത്തൊന്നും നമ്മളുടെ ഒരു ടേസ്റ്റോ താല്പര്യമോ അവരുടെ ഇഷ്ടമായിരിക്കും കൂടുതലും. നമുക്കൊക്കെ ഉണ്ടാവില്ല എല്ലാത്തിനോടൊരു എക്സ്പോഷർ കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളൊരു തോന്നല്. ആ ഒരു രീതിയിലായിരിക്കും അവരെന്നെ പാട്ടിന് ചേർത്തതും ഡാൻസിന് ചേർത്തതൊക്കെ. പക്ഷെ മികച്ച ഗുരുക്കന്മാരുടെ അടുത്ത് എത്താൻ പറ്റി. അവരതാത് സമയത്ത് വേണ്ട ഗൈഡൻസ് തന്നു. ഞാൻ ഇപ്പോഴും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് മാത്രമല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിങ്ങനെ അൺഎൻഡിങ് പ്രോസസ്സാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടുന്നതൊക്കെ ഇങ്ങനെ ശേഖരിച്ച് വെക്കുക. അതിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഫിലിം സിംഗിങ്ങിലേക്ക് വരുമ്പോൾ ഇപ്പൊ അതിശയനാണ് ആദ്യ ഗാനം അല്ലേ? ഇപ്പൊ അൽഫോൺസ് ആണ് അതിന്റെ സംഗീതം. ഒരു ഗായകൻ കൂടിയായിട്ടുള്ള ഒരു കമ്പോസർ കൂടിയാണ്. അപ്പൊ ആ ഒരു അനുഭവം എങ്ങനെയാണ്? ആ റെക്കോർഡിംഗ് ഓർമ്മകളൊക്കെ എങ്ങനെയാണ്? അത് അൽഫോൺസ് ചേട്ടൻ ആ സമയത്ത് വളരെ പുതിയ മ്യൂസിക് ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ എല്ലാവരും ഇഷ്ടപ്പെട്ട് ഇരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പം അൽഫോൺസ് ചേട്ടൻ്റെ അടുത്ത് വിനയൻ സാറാണ് പറഞ്ഞത് അൽഫോൺസ് ചേട്ടൻ്റെ അടുത്ത് ഓഡിഷന് ചെല്ലണം എന്നുള്ളത്. അപ്പം ഞാനത് +2 ആ സമയത്താണത്. അപ്പം ഞാനും അച്ഛനും അമ്മയും കൂടിയാണ് എറണാകുളത്ത് വന്നത്, കോഴിക്കോട് നിന്ന് എറണാകുളത്ത് വന്നത്. അപ്പോൾ ആ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിനിമയിൽ പാടാന്നൊന്നും നമ്മളൊരു ഡിസ്റ്റന്റ് ഡ്രീംസിൽ പോലും ഇല്ല. അപ്പം ഞാൻ എൻ്റെ സ്കൂൾ ബസ്സിൽ +2ൻ്റെ സ്കൂൾ ബസ്സിലേക്ക് പോണ സമയത്ത് പാട്ടുകൾ ഉണ്ടാവും ഇങ്ങനെ. അപ്പം ഞാൻ ബാക്ക് ഡോറിൻ്റെ അവിടെ ഇങ്ങനെ ഇറങ്ങി നിൽക്കാറുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ നിൽക്കുമ്പോൾ ഓരോ പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലെപ്പോഴും ചിത്ര ചേച്ചിയുടെ പാട്ടുകൾ, സുജാ ചേച്ചിയുടെ പാട്ടുകൾ. പെട്ടെന്നൊരു ദിവസമാണ് ജാസിയേട്ടൻ്റെ പാട്ട് അതിൽ കേൾക്കണത്. പിന്നെ ജോത്സ്നയുടെ കറുപ്പിനഴക എന്ന് പറഞ്ഞ പാട്ട്. അപ്പം ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ശബ്ദങ്ങൾ. ജോത്സ്നയുടെ സുഖമാണി നിലാവ് ആ പാട്ടൊക്കെ വന്ന സമയത്ത് നമ്മൾ പിന്നീടാണ് അറിയുന്നത് നമ്മളുടെ അതേ പ്രായത്തിലുള്ളൊരു കുട്ടിയാണിത് പാടുന്നത്. അപ്പം നമുക്കൊന്നും കോഴിക്കോട് നിന്ന് മലബാറിൽ നിന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്കൊന്നും സിനിമയിൽ പാടാൻ പറ്റുന്നുള്ളത് ചിന്തയിലേ വരുന്നില്ല. കാരണം അങ്ങനത്തെ പരിചയങ്ങളില്ല. സിനിമക്കാരെന്ന് പറയുന്ന ആരും നമ്മളുടെ റിലേഷനിലോ പരിചയത്തിലോ എവിടെയും തന്നെ ഇല്ല. അങ്ങനെ ആകെ ചെയ്യാവുന്നൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ടെലിവിഷനിൽ പാടുക, മത്സരങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളത് മാത്രം. അത് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇങ്ങനൊരു അവസരം വന്നപ്പം എറണാകുളത്ത് വന്ന് ഇങ്ങനെ അൽഫോൺസ് ചേട്ടനെ കാണാൻ ഒരു അവസരമായി. അപ്പം അൽഫോൺസ് ചേട്ടൻ അന്ന് സുജാ ചേച്ചിയുടെ പാട്ട് കുടമുല്ല കടവിൽ എന്ന് പറഞ്ഞ പാട്ടൊന്ന് പാടാമോ എന്ന് ചോദിച്ചു. അൽഫോൺസ് ചേട്ടൻ്റെ പാട്ടായിരുന്നു അത് പാടിക്കൊടുത്തു. പിന്നെ മലരേ മൗനമോ എന്ന് പറഞ്ഞ പാട്ട് പാടി. അങ്ങനെ 2-3 പാട്ടുകൾ എന്നെ കൊണ്ട് പാടിച്ചു. എന്നിട്ടാണ് പറഞ്ഞത് നമുക്ക് റെക്കോർഡ് ചെയ്യാം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് അത് ആ ഒരു സിനിമയിലേക്കുള്ള ആദ്യത്തെ പാട്ട്. സിത്താരയെ ശരിക്കും എന്നോട് പറഞ്ഞത് വിനയൻ സാറായിരുന്നു. ഇങ്ങനൊരു കുട്ടിയുണ്ട്. അപ്പോൾ ആ സമയത്ത് ടി വിയിൽ എന്തോ ഒരു കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഫസ്റ്റ് പ്രൈസ് കിട്ടിയായിരുന്നു പുള്ളിക്കാരിക്ക്. അപ്പോൾ സാറും സാറിൻ്റെ വൈഫൊക്കെ ഈ പ്രോഗ്രാം സ്ഥിരമായിട്ട് കാണുന്നതാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു കുട്ടിയുണ്ട്, കോഴിക്കോടുള്ളതാണ്, നല്ല പാട്ടാണ്, നമുക്ക് ഒരു സോങ് പുള്ളിക്കാരി കൊണ്ട് പാടിക്കണം, ചെയ്യാം, നമുക്കങ്ങനെ ചെയ്യാം. അപ്പോൾ വരാൻ പറഞ്ഞു. അങ്ങനെ സിത്താര വന്നു. ഫസ്റ്റ് ഒരു പാട്ട് പാടി കേട്ടപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു ഡെപ്തുള്ളൊരു കുട്ടിയാണെന്നുള്ളത് മനസ്സിലായി. മ്യൂസിക്കൽ ഡെപ്തുള്ള കുട്ടിയാണെന്ന് മനസ്സിലായി. ഗസൽസ് ഒക്കെ ആണെങ്കിലും ഭയങ്കര അനായാസമായിട്ട് പാടുന്നു. അൽഫോൺസ് ചേട്ടൻ പരിചയമുള്ള എല്ലാവർക്കും അറിയാം, വളരെ ശാന്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. മ്യൂസിക്കിൽ അപാരമായിട്ടുള്ള നോളജാണ്. എല്ലാ ജോണേഴ്സിലും അദ്ദേഹത്തിന് അപാരമായിട്ടുള്ള നോളജ്. ഈ പറഞ്ഞ മാതിരി ഒരു അതിഗംഭീര സിംഗറാണ്.
അപ്പം അന്ന് മുതലേ അൽഫോൻസേട്ടൻ വളരെ സോഫ്റ്റ് ആയിട്ടാണ് കാര്യങ്ങൾ പറയുക, പക്ഷെ വളരെ കൃത്യതയോട് കൂടിയിട്ട് കാര്യങ്ങൾ എടുക്കും. എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് എടുക്കാനുള്ള. അപ്പം ഇപ്പോഴൊക്കെ എനിക്ക് ആ പാട്ട് കേൾക്കുമ്പോൾ തോന്നും ഇനിയും പാടായിരുന്നല്ലോ തോന്നും. അന്ന് എനിക്ക് പാടുമ്പോൾ വളരെ പരിഭ്രമം ഒക്കെ ഉണ്ടായിരുന്നു. ആദ്യം തിരുവല്ലയിൽ സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് ആദ്യം അതിൻ്റെ റഫ് ട്രാക്ക് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ചെന്നൈയിൽ അതിൻ്റെ ഫെയർ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരു കുട്ടികളും ഒക്കെ ആയിട്ട് ഇങ്ങനെയുള്ളൊരു ട്രാവൽ ഇതുപോലത്തെ ഒരു സോങ്ങാണ്. എന്നൊരു പക്ഷേ ഒരു നല്ലൊരു മെലഡി ഉണ്ട് അതിനകത്ത്, നല്ല കുറച്ചൊരു ജമ്പിങ് ഇതൊക്കെ ഉള്ള ഒരു പാട്ടാണ്. അപ്പോൾ അത് നന്നായിട്ട് പാടി പുള്ളിക്കാരി. സിത്താരയെ പറ്റി പറയുമ്പോൾ ശരിക്കും നല്ലൊരു മ്യൂസിക്കൽ ഡെപ്ത് ജ്ഞാനമുള്ളൊരു കുട്ടിയാണ്. വെറും ഒരു പാട്ട് പാടുക എന്നുള്ളതിനേക്കാളും അപ്പുറത്ത് ഒരു പാട്ടിനെ പറ്റി, ഒരു പാട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും അത് റെൻഡർ ചെയ്യുന്നത് മാത്രമല്ല, ആ മ്യൂസിക് മനസ്സിലാക്കണം. മ്യൂസിക് മനസ്സിലാക്കി കഴിയുമ്പോഴുള്ളൂ സ്വന്തമായിട്ടുള്ളൊരു അതിനകത്തേക്ക് എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ജ്ഞാനമുള്ളൊരു കുട്ടിയാണ്. മ്യൂസിക്കിനെ മനസ്സിലാക്കാനും പിന്നെ വളരെ എളിമയുള്ളൊരു നല്ലൊരു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് ഒരു എന്താ പറയുക, ഒരു ഗുരുസ്ഥാനത്ത് കാണാവുന്ന തരത്തിലുള്ളൊരു ഒരു ഒരു ഹ്യൂമൻ ബീയിങ് കൂടിയാണ് അൽഫോൻസേട്ടൻ. ഒരു മ്യൂസിഷ്യൻ എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഈ ഫെലോ മ്യൂസിഷ്യൻസിനോടും മറ്റാളുകളോടും ജൂനിയേഴ്സ് ആയിട്ടുള്ളവരോടൊക്കെ അൽഫോൻസേട്ടൻ പെരുമാറുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും മാതൃകാപരമാണ്. അപ്പം ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ, ഒരു മ്യൂസിഷ്യൻ എന്നുള്ള രീതിയിൽ, ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ആളാണ്. അതിന് ശേഷം വലിയൊരു ഗ്യാപ്പായിരുന്നു. അതിന് ശേഷം ഞാൻ പിന്നെ ഈ പറഞ്ഞ മാതിരി അതെങ്ങനെ കണ്ടിന്യൂ ചെയ്യണം, അടുത്തൊരു അവസരങ്ങളിലേക്ക് എങ്ങനെ പോകണം, അതൊന്നും അറിയില്ല. അപ്പം ഈ ഒരു പാട്ട് ചെന്നൈയിൽ പോയി ഒരാഴ്ച എടുത്ത റെക്കോർഡ് ചെയ്തു. ഒരാഴ്ച പറഞ്ഞാൽ ആദ്യം മരിയൻ ഡിജിറ്റലിലാണ് റെക്കോർഡിങ്. അപ്പോൾ ഒരു ദിവസം റെക്കോർഡ് ചെയ്തു. അപ്പം അതിൻ്റെ ചരണം ഫിക്സ് ആവാൻ കുറച്ച് ദിവസം എടുത്തു. അപ്പം ഞാനും അച്ഛനും അമ്മയും അവിടെ ചെന്നൈയിൽ താമസിക്കുകയാണ് റൂമിൽ. ഞങ്ങൾ കാർ എടുത്തിട്ടാണ് അവിടം വരെ പോയത് ഇവിടുന്ന്. അപ്പോൾ അതങ്ങനെ ഈ ഫ്ലൈറ്റിന് പോകാന്നുള്ള ഓപ്ഷനെ കുറിച്ചൊന്നും അങ്ങനെ അറിയില്ല. അപ്പോൾ പറഞ്ഞു നമ്മൾ വണ്ടി എടുത്തിട്ട് അവിടം വരെ പോയി. പിന്നെ ഞങ്ങൾ ജോളിയായിട്ട് ഒരാഴ്ച ഹോട്ടലിൽ താമസിക്കണം. അഞ്ചാമത്തെ ദിവസമാണ് പിന്നെ അതിൻ്റെ ചരണം പാടുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായി തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് പിന്നെ എങ്ങനെ അടുത്ത സിനിമ, അതിനെ പറ്റിയൊന്നും ആലോചിക്കില്ല. കേട്ടിട്ട് മറ്റാരും വിളിക്കലോ. ആ സിനിമ ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയി, കാരണം ആ ഒരു വലിയ പ്രോസസ്സായിരുന്നു അത്. അപ്പോൾ അപ്പോഴേക്കും ഞാൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും പിന്നെ യൂത്ത് ഫെസ്റ്റിവൽ ആയി. പിന്നെ നമ്മൾ പിന്നെ പഴയ റുട്ടീനിലേക്ക് തന്നെ പോയി. ഇത് പിന്നെ സിനിമ ഒരു വിഷുക്കാലത്താണ് ഇത് റിലീസ് ആവണത്. അപ്പോൾ അത് അപ്പോൾ പോയി കാണുമ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു ആദ്യമായിട്ട്. പിന്നെ അത് വിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഞാൻ കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് ടെലിവിഷനിൽ ചില പ്രോഗ്രാംസ് ഒക്കെ ആങ്കർ ചെയ്തിരുന്നു, പാട്ട് പരിപാടികളൊക്കെ അവതരിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നീടാണ് VKP സാറിൻ്റെ അടുത്ത് ഒരിക്കൽ എൻ്റെ ഡെമോ CD. അപ്പം എല്ലാവരും പറഞ്ഞു, ആ കോമ്പറ്റീഷനിലുള്ള സമയത്ത് മ്യൂസിക് ഡയറക്ടർ ശ്രീ ദീപക് ദേവ് ഒരു ജഡ്ജായിരുന്നു. അദ്ദേഹമാണ് പറഞ്ഞു തരുന്നത് ഒരു ഡെമോ CD ഉണ്ടാക്കി കൊടുക്കുക, അതാണ് എൻ്റെ ഒരു രീതി എന്നുള്ളത്. അപ്പം ആ പ്രകാരമാണ് ഞാനൊരു 10 ഡെമോ CDs ഉണ്ടാക്കി. വളരെ പരിചയമുള്ള, അതും വളരെ പോപ്പുലറായ കമ്പോസേഴ്സ് ഒന്നുമല്ല, പരിചയമുള്ള ആളുകൾക്ക് കൊടുക്കുക ചെയ്തത്. അത് കൊടുത്ത് അതിൽ VKP സാറാണ് ഇവിടേക്ക് കൊച്ചിയിൽ റെക്കോർഡ് ചെയ്യുക. അത് മനുവേട്ടനാണ് ഗുലുമാൽ എന്ന് പറഞ്ഞ സിനിമ കമ്പോസ് ചെയ്യുന്നത്. അപ്പോൾ മനുവേട്ടനും VKP സാറും പറഞ്ഞൊരു യെസ് സത്യത്തിൽ വളരെ പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതും. പിന്നെ ഈ CDs കേട്ടിട്ടുള്ളവരും ആ ഒരു പാട്ട് കേട്ട് 2, 3 അങ്ങനെ പാട്ടുകൾ ഓരോന്നായിട്ട് വളരെ ഗ്രാജുവൽ ആയിട്ട് ഉണ്ടായതാണ് ഓരോ പാട്ടുകളും. പിന്നെ സിത്താരയുടെ ശ്രദ്ധിക്കപ്പെട്ടൊരു പാട്ട് എനിക്ക് തോന്നുന്നു എൽസമ്മയിലെ ടൈറ്റിൽ സോങ് ഉണ്ട്. വളരെ വ്യത്യസ്തമുള്ള ഒരു പാട്ടായിരുന്നു, പ്രത്യേകിച്ചും രാജാമണിയെ പോലെ ഒരു സീനിയർ അല്ലെ മ്യൂസിഷ്യന്റെ കൂടെ. ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? വളരെ പറഞ്ഞ മാതിരി രാജാമണി സാർ ജഡ്ജായിട്ടിരിക്കുന്ന കോമ്പറ്റീഷൻ ഞാൻ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ രാജാമണി സാറിൻ്റെ അടുത്തും ഈ വോയിസ് അറിയാൻ സാറിന് ലാൽ ജോസ് സാറിൻ്റെ അടുത്തും എൻ്റെ ഡെമോ CD കൊടുത്തിട്ടുണ്ടായിരുന്നു അന്ന് കൊടുത്ത കൂട്ടത്തിൽ. അപ്പം ഇതിൽ ആരുടെ ഡിസിഷനാണ്, ഒരുമിച്ചെടുത്ത ഡിസിഷനാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ലാൽ ജോസ് സാറാണ് ഫോണിൽ വിളിച്ച സമയത്ത് എനിക്ക് വിശ്വസിച്ചില്ല. ഞാൻ വിചാരിച്ചു ഫ്രണ്ട്സ് ആരോ കളിയാക്കാന്ന് വിചാരിച്ചിട്ട്
ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ആൾക്കാർ പറ്റിക്കാൻ പറയാറുണ്ടെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പിന്നെ അദ്ദേഹം കുറച്ചുകൂടി സംസാരിച്ച ടോൺ കേട്ടപ്പോഴാണ് എനിക്ക് ശരിക്കുള്ള ആളാണെന്ന് മനസ്സിലാവണം. അപ്പം ഞാൻ പിന്നെ പെട്ടെന്ന് ഓക്കെ സാർ എന്ന് പറഞ്ഞു. ചെന്നൈയിൽ പോയിട്ടായിരുന്നു റെക്കോർഡ്. അത് പറഞ്ഞ മാതിരി 2 ടോണിൽ 2 ഒക്ടേവ്സിലാണ് ആ പാട്ടുള്ളത്. അപ്പോൾ അതൊരു ആൺകുട്ടിയെ പോലെയും പെൺകുട്ടിയെ പോലെയും തോന്നിക്കുന്ന ഒരു പാട്ടാണത്. കണ്ണാരം പൊത്തി പൊത്തി കടക്കാരം കടന്ന് കടന്ന് കാണാത്ത പിള്ളേരെല്ലാം കണ്ടും കൊണ്ടോടിവായോ അക്കരെ നിക്കണ ചക്കിപ്പെണ്ണിൻ്റെ കയ്യോ കാലോ തൊട്ടുവായോ കയ്യോ കാലോ തൊട്ടുവായോ നേരം പോയി പൂക്കൈത മറവറ്റേ ഞാനവിടെ ചെന്ന പിന്നെ കെട്ടാപുര കെട്ടിച്ചേ ഹേ കണ്ണാരം പൊത്തി പൊത്തി കടക്കാരം കടന്ന് കടന്ന് കണ്ണാരം പൊത്തി പൊത്തി കടക്കാരം കടന്ന് കടന്ന്. അത് 2 പേരാണെന്നൊക്കെ പറയായിരുന്നു ആ സമയത്ത് എല്ലാവരും. എന്നിട്ട് എന്നെ കൊണ്ട് ലൈവായിട്ട് പാടിച്ചൊക്കെ നോക്കും ആൾക്കാർ, പരീക്ഷിച്ച് നോക്കും ഒരാളെന്നറിയാം. ബേനിയങ്ങളും ഇഗ്നേഷ്യസ് അങ്കിളും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഫാമിലിയിലൊരു വ്യക്തികളെ പോലെയാണ്. അത് അവരൊരു മ്യൂസിക് കമ്പോസേഴ്സ് എന്നുള്ള രീതിയിലല്ല, ഞങ്ങളുടെ ഒരു വീട്ടിലെ മുതിർന്ന ആൾക്കാർ, നമ്മുടെ എന്ത് കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാവുന്ന ആളുകളെ പോലെയാണ് 2 പേരും ഞങ്ങൾ കൺസിഡർ ചെയ്യുന്നത്. എനിക്ക് എൻ്റെ ഗുരുനാഥൻ തന്നെയാണ് ബേനിയങ്ങൾ. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്താണ് ഹാർമോണിയം പഠിക്കാൻ തുടങ്ങിയതൊക്കെ. അപ്പം അവരും പറഞ്ഞ മാതിരി വളരെ സ്നേഹത്തോടെ വളരെ വാത്സല്യത്തോട് കൂടിയിട്ട് പാട്ടുകൾ പറഞ്ഞു തരുന്ന ആൾക്കാരാണ്. ഒരുപാട് പാട്ടുകൾ ഞാൻ അവർക്ക് വേണ്ടി പാടിയിട്ടുണ്ട്. മേരിക്കൊണ്ടൊരു കുഞ്ഞാടിലെ പാട്ട്, മായാമോഹിനിയിലെ പാട്ട് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പാട്ട്. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഏനുണ്ടോടി എനിക്ക് തോന്നുന്നു കൊച്ചുകുട്ടികൾ വരെ അത് കാണാതെ പഠിച്ചൊക്കെ പാടും. സിത്താര തന്നെ പറഞ്ഞിട്ടുണ്ട് ജയചന്ദ്രൻ സാർ ഒരു ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന്. അപ്പൊ അന്നത്തെ ഒരു അനുഭവം എങ്ങനെയാണ്? എനിക്ക് ഏനുണ്ടോടിക്ക് മുമ്പ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു പ്രധാനമായിട്ട് പറയേണ്ട ഒരു പാട്ട് ട്രാഫിക്കിലെ പാട്ടായിരുന്നു, ശ്രീ മെജോ ജോസഫിന്റെ. മെജോ ചേട്ടൻ ആ സമയത്ത്, മെജോ ചേട്ടനെ സംബന്ധിച്ചും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർക്കാണ്. ഞാനൊരു പുതിയ പാട്ടുകാരിയാണ്. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആ റെക്കോർഡിംഗ് സെഷന് കയറുന്ന സമയത്ത് അത് ഏത് ആളെ കൊണ്ട് വേണമെങ്കിലും പാടിക്കാം മെജോ ചേട്ടൻ. അപ്പം പാടാൻ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം കൺസോളിൽ ഇരിക്കാണ്ട് ബൂത്തിൽ വന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞത് നമുക്ക് 2 പേർക്കും പ്രധാനപ്പെട്ടതാണ്, സിത്താര സിൻസിയർ ആയിട്ട് പാടണം എന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞത് ഓർമ്മയുണ്ട്. അപ്പം മെജോട്ടനൊരു ശരിക്കും ഒരു ഏട്ടനെ പോലത്തെ ആൾ, അൽഫോൻസ് ഏട്ടനെ പറഞ്ഞ മാതിരി വളരെ സോഫ്റ്റ് ആയിട്ട് പെരുമാറുകയും എന്നാൽ വളരെ കൃത്യമായിട്ട് വളരെ സാവകാശത്തിൽ എന്നാൽ എല്ലാം കൃത്യമായിട്ട് എടുക്കുന്ന ഒരു കമ്പോസറാണ് അദ്ദേഹം. അപ്പം അദ്ദേഹത്തിനോടും ഈ പറഞ്ഞ മാതിരി ഓൾവേസ് താങ്ക്ഫുൾ ടു ഹിം. എൻ്റെ ഒരു ജ്യേഷ്ഠനെ പോലെയാണ് ഞാൻ മെജോ ചേട്ടനെയും കാണിക്കുന്നത്. ഏനുണ്ടോടിയിലേക്ക് എത്തുന്നതിന് മുമ്പ് സത്യത്തിൽ ഒരു 10-15ഓളം പാട്ടുകൾ പാടിയിരുന്നു. പക്ഷേ ഈ പാട്ടുകൾക്കൊക്കെ ഒരു അറ്റൻഷൻ കിട്ടുന്നത് ഏനുണ്ടോടി എന്ന് പറഞ്ഞ പാട്ട് വന്നതിന് ശേഷമാണ്. അതിന് ഇങ്ങനൊരു സ്റ്റേറ്റ് അവാർഡ് പോലത്തെ ഒരു അംഗീകാരം കൂടി കിട്ടിയപ്പോഴാണ് എനിക്ക് അതിന് മുമ്പ് ഇന്ന പാട്ടുകളൊക്കെ പാടിയെന്ന് പറയാനൊരു അവസരം കിട്ടുന്നത് പോലും. അപ്പം അത് എൻ്റെ കരിയറിൽ എല്ലാ കാലത്തും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാട്ട് തന്നെയായിരിക്കും. ആ പാട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജയേന്ദ്രൻ സാറ് ആണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഈ സിനിമ ഇതാണെന്നൊന്നും പറഞ്ഞില്ല, അതിൻ്റെ കോണ്ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ സാറ് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഇത് 3 ശബ്ദങ്ങളിൽ ട്രൈ ചെയ്യുന്നുണ്ട്, 3 സിംഗേഴ്സിനെ കൊണ്ട് പാടിക്കുന്നുണ്ട്, അതിൽ ആരുടെയാണോ ഓക്കെ ആവുന്നത് അത് വെക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ 3 സമയത്തായിട്ടാണ് 3 പാട്ടുകാരത് പാടിയത്. അപ്പം അതിൻ്റെ പല്ലവി പാടി അനുപല്ലവി പാടി സാറ് വളരെ എൻകറേജിങ് ആയിരുന്നു. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള മ്യൂസിഷ്യനാണ് ജയേന്ദ്രൻ സാർ. അത് അദ്ദേഹം തന്നെ പറയും, കാരണം നിങ്ങളുടെ മാക്സിമം ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ ഞാൻ ഇങ്ങനെ സ്ട്രിക്റ്റ് ആയി നിൽക്കണം എന്നുള്ള ആ ഒരു രീതിയിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുക. ആ പാട്ടൊന്ന് കേൾക്കാം. തീർച്ചയായിട്ടും. ഏനുണ്ടോടി അമ്പിളിച്ചന്തം, ഏനുണ്ടോടി താമരച്ചന്തം, ഏനുണ്ടോടി മാരിവിൽ ചന്തം, ഏനുണ്ടോടി മാമഴച്ചന്തം, കമ്മലിട്ടോ പൊട്ടു തൊട്ടോ ഏനീതൊന്നും അറിഞ്ഞതേയില്ലേ പൊന്നാര പൂങ്കുയിലേ. കണ്ണാരം പൊത്തി പൊത്തി കടക്കാരം കടന്ന് കടന്ന് കൊണ്ണാരം പൊത്തി പൊത്തി കടക്കാരം കടന്ന് കടന്ന് കണ്ണാരം പൊത്തി പൊത്തി കടക്കാരം കടന്ന് കടന്ന്
അപ്പം ഒരു സിനിമയുടെ വിജയം കൂടി പാട്ടുകളെ ബാധിക്കുന്നു തോന്നിയിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ ചൈൽഡും സിനിമയിൽ നല്ല പാട്ടുണ്ട്, പക്ഷേ സിനിമ ആ രീതിയിലൊരു സിനിമ ആയതുകൊണ്ട് ഒരുപാട് ആളുകളിലേക്ക് എത്തിയിട്ടില്ല. പിന്നെ പല ഫംഗ്ഷൻസിലും അല്ലാതെയൊക്കെ സിത്താര പാടുമ്പോൾ ഒരുപാട് അതിന് കയ്യടി കിട്ടാറുണ്ട്. ഒരുപാട് അങ്ങനത്തെ നല്ല പാട്ടുകൾ നമ്മൾ ഈ സോ കോൾഡ് ഓഫ് ബീറ്റ് അല്ലെങ്കിൽ അവാർഡ് സിനിമകൾ എന്നൊക്കെ പറയുന്ന സിനിമകൾക്ക് വേണ്ടിയിട്ട് പാടിയിട്ടുണ്ട്. അതിലൊരു പാട്ടാണ് ഈ ചായത്തിലെ അമ്പിളിപ്പൂവുകൾ. അത് പാരിസ് ചന്ദ്രേട്ടനാണ് അത് കമ്പോസ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ തന്നെ ഈട എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ പാടിയിട്ടുണ്ട്. ജോൺ പി വർക്കി സാറിന്റെ പാട്ടും പാടിയിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് ആ പാട്ടുകളൊക്കെ നമുക്ക് ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു വഴിയാണ് ഇപ്പം ഈ ഒരു പാരലൽ സ്പേസ് എന്ന് പറയുന്നത്. നമുക്ക് കവേഴ്സ് ചെയ്യാന്നുള്ളൊക്കെ എനിക്ക് കവേഴ്സ് ചെയ്യണതിൽ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള കാര്യം ഇങ്ങനെ ഈ അൺഹേർഡ് ആയിട്ടുള്ള പാട്ടുകൾ ഉണ്ടല്ലോ, നമ്മൾ പാടിയാൽ തന്നെ നമുക്ക് അറിയാം നല്ല ക്വാളിറ്റി ഉള്ള പാട്ടുകളാണെന്ന് തോന്നുന്നത് ഒന്നും കൂടി പാടി പരമാവധി സ്ഥലത്ത് ഞാൻ പാടാറുണ്ട്. അങ്ങനെ ഒരു പാട്ടാണ് ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ സിനിമയിലെ ശ്രീ സുനിൽ കുമാർ കമ്പോസ് ചെയ്ത് പെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ പാട്ട്. അതൊക്കെ ഗംഭീര പാട്ടുകളാണ്. അതൊക്കെ കുറെ കൂടി ആളുകൾ കേൾക്കേണ്ടതായിരുന്നു, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് പരമാവധി ലൈവിലൊക്കെ പാടും. അപ്പൊ ആൾക്കാർ അത് നോൺ ഫിലിംസ് പാട്ട് എന്നുള്ള രീതിയിൽ അത് കേൾക്കുകയൊക്കെ ചെയ്യും. നമുക്ക് രണ്ടുപേര് കേൾക്കാം. അമ്പിളിപ്പൂവുകൾ കണ്ടില്ല കേട്ടില്ല, കമ്പിളിക്കാർ മുകിൽ വന്നില്ല പെയ്തില്ല, കാഞ്ഞങ്ങാട്ടേക്കല്ല കാനത്തൂരേക്കല്ല, പ്രാണനദി നീന്തിപ്പോയി പിറാവ്. അമ്പിളിപ്പൂവുകൾ കണ്ടില്ല കേട്ടില്ല, കമ്പിളിക്കാർ മുകിൽ വന്നില്ല പെയ്തില്ല. കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ കേട്ടൊരു ഓണത്തോടൊക്കെ അനുബന്ധിച്ച് കേട്ടൊരു മലയാളത്തോളം പാട്ടാണ് തിരുവാവണിരാവ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ പുറത്തൊക്കെ പ്രവാസികളായിട്ടുള്ള ആളുകളൊക്കെ ആ പാട്ടിന്റെ വലിയ ആരാധകരാണ്. അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടോ പുറത്തൊക്കെ ചെല്ലുമ്പോൾ? കാരണം ആ പാട്ടൊരു പ്രവാസത്തിന്റെ കഥ പറയണമായിരുന്നു ആ സിനിമ തന്നെ. അപ്പൊ അതിനകത്ത് വന്ന പാട്ടാണ്. പിന്നെ എനിക്ക് തോന്നി അതൊരു വളരെ പ്രത്യേകതയുള്ള പാട്ടാണ്. കാരണം ഒരു പുതിയ കാലത്ത് ഒരു ഓണപ്പാട്ടിൻ്റെ ഒരു കോൺട്രിബ്യൂഷനാണ് സത്യത്തിൽ ആ പാട്ട്. നമുക്ക് മുമ്പ് ഒരുപാട് നല്ല ഓണപ്പാട്ടുകൾ ഉണ്ടായിരുന്നു. കുറേ കാലത്തായിട്ട് അങ്ങനത്തെ പാട്ടുകൾ ഉണ്ടാവണില്ല. അപ്പം സിനിമയിൽ നിന്ന് പുതിയ ജനറേഷൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്നുള്ള രീതിയിൽ വന്നൊരു പാട്ടിൽ അതിൻ്റെ ശബ്ദമാവാൻ ഉണ്ണിമേനോൻ സാറിൻ്റെ കൂടെ പാടാൻ പറ്റിയെന്നൊക്കെ ഉള്ളത് വലിയ ഭാഗ്യം. ഷാനൊക്കെയാണ് അത് കമ്പോസ് ചെയ്തത്. മനു മഞ്ജിത്ത് അദ്ദേഹമാണ് അതിൻ്റെ ലിറിക്സ് എഴുതിയിരിക്കുന്നത്. ജോലി ചെയ്യുന്ന ഒരു അനുഭവം എത്രത്തോളം വ്യത്യസ്തമാണ് ഇവിടെ നിന്നത്? ജീവിക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യം മുമ്പ് 2012 പാടിയ പാട്ടാണത്, കൺകൾ നീയെ. അത് ഒരു എന്താ പറയുക, അവിടെ ഒരു ക്രിട്ടിക്സിൻ്റെ ഇടയിലും ഓഡിയൻസിൻ്റെ ഇടയിലൊക്കെ ഒരു അപ്രിസിയേഷൻ കിട്ടിയ പാട്ടാണ്. അന്ന് ചിലപ്പോൾ ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട് ആ പാട്ടിനെ കുറിച്ച്. ഇവിടെ അധികം ആൾക്കാർ അന്ന് അത് കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ഉടലാഴം എന്ന ചിത്രത്തിലൂടെ സിത്താര ഒരു കമ്പോസർ കൂടി ആവുകയാണ്. അപ്പോൾ സിത്താര ഒരുപാട് പാട്ട് ഒരുപാട് പേരുടെ കീഴിൽ പാടി. ഇപ്പോൾ ഒരു കമ്പോസർ ആകുമ്പം ഉള്ള ബുദ്ധിമുട്ട് എന്താണ്? ഞാൻ എനിക്ക് വേണ്ടി പാടാനുള്ള പാട്ടുകൾ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടായിരുന്നു ചെറുതായിട്ട്. അപ്പൊ എൻ്റെ ആകാശം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിംഗിളാണ് ആദ്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഗവൺമെന്റിന് വേണ്ടിയിട്ട് അനുയാത്ര എന്ന് പറഞ്ഞ പ്രോഗ്രാമിന് പി ജയേന്ദ്രൻ സാറിന് എൻ്റെ ശബ്ദത്തിലൊരു പാട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുഞ്ഞു കുഞ്ഞു വർക്കുകൾ ചില പരസ്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. സിനിമ എന്ന് പറഞ്ഞാൽ വേറൊരു എക്സസൈസ് ആണല്ലോ, സിനിമയ്ക്ക് വേണ്ടി പാട്ടുണ്ടാക്കുക എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പോസേഴ്സൊക്കെ ഓരോ ആൾക്കാർ വന്നിരിക്കുമ്പോൾ അവരുടെ ഡിമാൻഡുകൾക്കനുസരിച്ചിട്ട് ഇങ്ങനെ പാട്ടുകൾ ഉണ്ടാക്കി കൊടുക്കണമെന്ന് നമുക്ക് ഭയങ്കര മാജിക്കലായിട്ട് തോന്നും. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എന്ത് തരം പാട്ടുകൾ ചെയ്യാൻ പറഞ്ഞാലും ചെയ്തു കൊടുക്കാവുന്ന അങ്ങനെ മ്യൂസിക്കലി എക്യുപ്ഡ് ആയിട്ടുള്ള ഒരാളല്ല ഞാൻ. എന്നെ സംബന്ധിച്ച് ആകെ പറയാവുന്ന എൻ്റെ അടുത്ത് ഇന്ന തരം മ്യൂസിക്കാണുള്ളത്, അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാമെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഉടലാഴം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വർക്കായിരുന്നു. ഉടലാഴത്തിൻ്റെ ഡയറക്ടർ ഉണ്ണികൃഷ്ണൻ ആവള എൻ്റെ ഒരു സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഡോക്യുമെൻ്ററിക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അധികം ഡിസ്കഷൻ നടന്നിരുന്നു. അപ്പോൾ ഇങ്ങനെ സിനിമ വന്നപ്പോൾ അദ്ദേഹം ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പം ഇങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നപ്പോൾ ചെയ്യാൻ തോന്നി. അപ്പം ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ഒരു സുഹൃത്ത് മിഥുൻ ജയരാജ് എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ട് ഉണ്ട്, ബാല്യകാല സുഹൃത്താണ്. അപ്പം മിഥുനും ഞാനും കൂടിയാണ് ഇത് ഒരുമിച്ച് കമ്മിറ്റ് ചെയ്തിട്ട് അത് ചെയ്തു വന്നത്. അത് കഴിഞ്ഞിട്ട് കഥ പറഞ്ഞ കഥ എന്ന് പറഞ്ഞ സിനിമ അതിൻ്റെ ടൈറ്റിൽ ട്രാക്കും ഇപ്പം ചെയ്തു. ഒരു മ്യൂസിക് ഡയറക്ടർ എന്ന രീതിയിൽ ഇപ്പോൾ സിനിമയ്ക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് അങ്ങനെ ആ സിനിമയുടെ സ്വഭാവം വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അല്ലാതെ സിത്താരയ്ക്ക് ഇഷ്ടം ഏത് തരത്തിലുള്ള സംഗീതം ഉണ്ടാക്കുകയാണ്? എനിക്ക് ആശയങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം തോന്നാറുണ്ട്. അതായത് സിനിമയുടെ പുറത്തുള്ള പാട്ടുകൾ എന്തെങ്കിലുമൊക്കെ ഓരോ പാട്ടുകൾക്കും എന്തെങ്കിലും ഒരു തീം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടാവണം എന്നുള്ളൊരു അങ്ങനെ തോന്നിയിട്ടുണ്ട്. കുഞ്ഞു തോട്ടിൻ്റെ മുകളിലൊക്കെയാണ് ഓരോ പാട്ടും
ഉണ്ടാവുന്നത് സിനിമയുടെ പുറത്ത്. പാരലൽ സ്പേസിൽ പാട്ടുണ്ടാവുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതാണ്. നമുക്ക് ഏറ്റവും ചെറിയ കാര്യങ്ങളെക്കുറിച്ചും ഏറ്റവും ഒരു മിനിറ്റിന്റെ ഫ്രാക്ഷനിൽ ഒന്നില് വേണ്ടി പോലും നമുക്കൊരു പാട്ട് ഉണ്ടാക്കാൻ പറ്റും. ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ് അത്. കമ്പോസ് ചെയ്യുന്ന സമയത്ത് തന്നെ പാടിയതാണ് ശ്രീ ഗോപി സുന്ദരം അതിന്റെ മ്യൂസിക് ഡയറക്ഷൻ. അപ്പൊ ഇതിലെ എല്ലാ പാട്ടുകളും ഞങ്ങൾ എല്ലാവരും ചേർന്ന്, സായനോരി ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു, രാജലക്ഷ്മി ചേച്ചി, ദിവ്യ, അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് എന്റെ കമ്പോസിംഗ് സെഷനിൽ പെട്ടെന്ന് ഉണ്ടായ പാട്ടുകളാണ്. സിത്താരയുടെ ആൽബത്തിലൊരു പാട്ടും കൂടെ കേട്ടിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. എന്റെ ആകാശം എന്റെ ആകാശഭൂമിയിൽ നനയ്ക്കാതെ കാക്കാതെ മൊട്ടിട്ടു വിരിയുന്ന വെൺമലരേ. ഓക്കെ, താങ്ക് യു, താങ്ക്സ് എ ലോട്ട്, താങ്ക് യു. നിന്റെ കൈ പിടിച്ചിന്നു ഞാൻ